ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഇന്ന് കർക്കിടകം 31 അവസാന ദിവസമാണ് കർക്കിടക മാസത്തിൽ. നാളെ ചിങ്ങം 1-ാം തീയതി, നല്ല പുണ്യൻ പുലരി പൊന്മാസം നാളെ ആരംഭിക്കണം. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഈ വീഡിയോ ചെയ്യാൻ കാരണം, സാധാരണ പണ്ട് മുതൽക്ക് തന്നെ ഈ ചിങ്ങമാസം 1-ാം തീയതി സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് നമ്മളൊരു വിളക്ക് കൊളുത്തും. അതിനെയാണ് ചിങ്ങവിളക്ക് എന്ന് പറയുക, അല്ലേ? നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ? പലരും പുതിയ ജനറേഷനൊക്കെ ആണെങ്കിൽ കേൾക്കാൻ സാധ്യതയില്ല. പണ്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പലരും ഇന്നും അത് ആചരിച്ച് വരുന്നുണ്ട്. ചിങ്ങവിളക്ക് പുതിയ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുന്നതാണ്. ഈ ചിങ്ങവിളക്കിൻ്റെ പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു സമയത്ത് ഈ വിളക്ക് കൊളുത്തി വെച്ച ഇന്ന രീതിയിൽ ഇത് കൊളുത്തി വെച്ചാൽ നമ്മൾക്ക് ഈ ഒരു വർഷം മുഴുവൻ, നാളെ മുതൽ അടുത്ത ചിങ്ങം 1-ാം തീയതി വരെ വീട്ടിൽ സന്തോഷം, സമൃദ്ധി, സമ്പത്ത്, സൗഭാഗ്യങ്ങൾ എല്ലാം വിളയാടും എന്നാണ് ഐതിഹ്യം. അപ്പോൾ പണ്ട് മുതലേ ഇത് ചെയ്തു വരുന്നവരുണ്ട്. പക്ഷേ ഇന്ന് കാലത്തൊന്നും അങ്ങനെ ആരും ചെയ്തു വരാറില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കാം പലർക്കും പല ബുദ്ധിമുട്ടുകളും. ചെറിയ കുടുംബങ്ങളൊക്കെ ആണെങ്കിലും പല ബുദ്ധിമുട്ടുകൾക്ക് സാമ്പത്തികമായിട്ടും അല്ല ശാരീരികമായിട്ടും എല്ലാം പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരുണ്ട്, അല്ലേ? അപ്പോൾ അവരെല്ലാം ഇത് നാളെ ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കൂ. നാളെ രാവിലെ 1-ാം തീയതി സൂര്യൻ ഉദിച്ചു വരുന്ന സമയം, അതായത് ഇപ്പോൾ ഒരു 6:30 മുതൽ 7:30 അല്ലെങ്കിൽ 8:30 മണിക്കുള്ളിൽ നിങ്ങളിത് ചെയ്തിരിക്കണം കേട്ടോ. കുളിച്ച് നല്ല വൃത്തിയായിട്ട് ഈ വിളക്ക് കൊളുത്തുക. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങളൊക്കെ ആണെങ്കിൽ ഇതൊരു കുട്ടിയെ കൊണ്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ വീട്ടിലെ പുരുഷന്മാർ ചെയ്യിപ്പിക്കാം, പെൺമക്കളെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കാം കേട്ടോ. അല്ലാതെ ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല, അത് വീട്ടിലെ അമ്മ തന്നെ ചെയ്യണം എന്നൊന്നും നിർബന്ധമില്ല. അപ്പോൾ ഈ വിളക്ക് എങ്ങനെയാണ് കൊളുത്തേണ്ടത് എന്ന് വെച്ചാൽ, നല്ല നിലവിളക്ക്, അത് കുഞ്ഞു വിളക്കാണെങ്കിലും എന്താണെങ്കിലും 5 തിരി ഇടണം. ഈ 5 തിരി എന്ന് പറയുമ്പോൾ അതിനൊരു കണക്കുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു വിളക്ക് പിന്നെ പൂജാ റൂമിലോ, അല്ലെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അറിയുന്നവർ ഒരുപാട് പേരുണ്ടാവും കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്, ഈ ചിങ്ങവിളക്ക് എന്ന സംഭവം തന്നെ ആദ്യമായിട്ട് കേൾക്കുന്നവരും ഉണ്ടാകും. അപ്പോൾ അവർക്ക് വേണ്ടി കൂടിയാണ് ഞാനിത് പറയുന്നത്. ഈ 5 വിളക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ അറിയുക തിരിയുണ്ട്? വെറുതെ ഒരു 5 തിരി ഇട്ടാൽ പോരാ. ആദ്യം ശരിക്കും കിഴക്ക് ഭാഗത്തേക്കും പടിഞ്ഞാറ് ഭാഗത്തേക്കും കറക്റ്റായിട്ട് തിരിവയ്ക്കുക. പിന്നെ തെക്ക് വടക്ക് ഭാഗത്തേക്കും കറക്റ്റായിട്ട് തിരിവയ്ക്കുക. അപ്പോൾ ശരിക്കും സ്ട്രെയിറ്റായിട്ട് സ്ക്വയർ ടൈപ്പിൽ വരും ആ വിളക്ക്, 4 തിരി. അത് കഴിഞ്ഞാൽ കിഴക്ക് ഭാഗത്തിനും വടക്ക് ഭാഗത്തിനും ഇടയിലാണ് 5-ാമത്തെ തിരി വരേണ്ടത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതാണ് ഈ 5 തിരിയിട്ട വിളക്കിൻ്റെ പ്രാധാന്യം. അതാണ് ദിശ, അങ്ങനെയാണ്. അല്ലാതെ വെറുതെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് 5 തിരി വെക്കാൻ പാടില്ല. അറിയാതെ ചെയ്യുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല, എന്ന് വെച്ചാൽ ദോഷമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ് കേട്ടോ. കിഴക്കിനും വടക്ക് ഭാഗത്തും വെച്ച തിരിക്ക് ഇടയിൽ കൂടി ആ 5-ാമത്തെ തിരി വയ്ക്കുക. എന്നിട്ട് നല്ലെണ്ണയാണെങ്കിൽ നല്ലെണ്ണ ഒഴിക്കുക. അതല്ല നെയ്യ് ഒഴിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവരാണെങ്കിൽ നെയ്യൊഴിച്ച് കത്തിക്കുന്നതാണ് ഏറ്റവും ഉത്തമം കേട്ടോ. ദിവസം ചെയ്യുകയാണെങ്കിൽ ദിവസം ചെയ്യുക. നമുക്ക് അത്രയും ഐശ്വര്യം കൂടിയേ വരുമോ. ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ അല്ലാത്തവർ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഒരു ദിവസമെങ്കിലും കൊളുത്തി വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ വിളക്ക് റെഡിയാക്കി അവിടെ വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു തളിക, ഒരു ചെറിയ കിണ്ണം ഉണ്ടാവില്ലേ, ബ്രാസിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റീലാണെങ്കിൽ സ്റ്റീൽ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നല്ല വാഴയില നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ തൂശനില എടുക്കുക കേട്ടോ. അതായത് തുമ്പുള്ള ഭാഗം അറുത്ത് അതിൽ പച്ചരിയോ ഉണക്കലരിയോ വെച്ച് പരത്തി വയ്ക്കുക. കുറച്ച് പരത്തി ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ ഓം എന്നുള്ള ചിഹ്നം ഇല്ലേ, ഓം എന്ന് മലയാളത്തിൽ എഴുതുന്നതല്ല, ഓം എന്ന് നമ്മൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ 3 പോലെ ഇട്ടിട്ട് ആ 3യുടെ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് മേലെ ഒരു ഇതിട്ടിട്ട്, അത് നമ്മൾ നെറ്റിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ, കാണാൻ പറ്റും. അതുപോലെ ചൂണ്ടവിരൽ കൊണ്ട്, ചൂണ്ടവിരൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? ചൂണ്ടവിരൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ചൂണ്ടവിരൽ? ഇതാണ് ചൂണ്ടവിരൽ. ഈ 5 വിരലിലെ തള്ള വിരൽ എന്ന് പറയുന്നത്
ഇത് ചൂണ്ടവിരൽ, ഇത് നടുവിരൽ. കേട്ടോ, നടുവിരലിൽ ഒരു മോതിരവിരലും എല്ലാവർക്കും അറിയാം. ഇത് ചെറുവിരൽ. അപ്പോൾ ഈ ചൂണ്ടവിരലിന് ഇതിന് എന്തുകൊണ്ടാണ് പേര് വന്നത്? ചൂണ്ടവിരൽ. ഇപ്പം നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ഇരിക്കണം, അല്ലെങ്കിൽ അപ്പോൾ ഫ്രണ്ട്സുമായിട്ട് നമ്മളിവിടെ ഇങ്ങനെ ഒരുപാട് ഇരിക്കുമ്പോൾ നമ്മൾ ഒരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ അതാ വരണവള്, ഇങ്ങനെയല്ലേ കാണിക്കുക? അതാ അവൾ വരുന്നുണ്ട്, അങ്ങനെയല്ലേ കാണിക്കുക? അല്ലാതെ നമ്മൾ ഇങ്ങനെ കാണിക്കുമോ? അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കുമോ അതാ അവൾ വരുന്നുണ്ട് എന്ന്? അപ്പോൾ ഇങ്ങനെ അല്ലേ, ഈ വിരലാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുക അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ചൂണ്ടുവിരൽ എന്ന് പേര് വന്നത്. അപ്പോൾ ഈ ചൂണ്ടുവിരൽ കൊണ്ടാണ് നമ്മൾ ഓം എന്ന് എഴുതേണ്ടത്. ആ അരിയിൽ ഇങ്ങനെ എഴുതി വെച്ച ശേഷം ഈ നിലവിളക്ക് അതിന് മേലെ വെച്ച് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. ഒന്നല്ലെങ്കിൽ അതിൽ ഒരു മന്ത്രമുണ്ട്, അത് ഞാൻ എഴുതി ഇവിടെ കാണിക്കാം കേട്ടോ. ഇനിയിപ്പോൾ ആ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഗുണമാണ്. എഴുതി വെച്ചിട്ട് നിങ്ങൾ അടുത്ത ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ട് നിങ്ങൾ ജപിച്ചാലും മതി. ഒരു 8 പ്രാവശ്യം ജപിക്കണം. 8 പ്രാവശ്യം ജപിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ. ഒരു 9 മണി വരെയൊക്കെ വിളക്ക് കത്തിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ അണച്ചാൽ മതി കേട്ടോ. ചൊല്ലേണ്ട മന്ത്രം ഇതാണ്. 8 തവണയാണ് ചൊല്ലേണ്ടത് കേട്ടോ. ഓം ഹ്രീം ആദിത്യായ നമ, ഓം ഹ്രീം ആദിത്യായ അഗ്നിനേത്രായ പുഷ്ടികരായ ഐശ്വര്യനിധയേ നമ. അത് ബൈഹാർട്ടാക്കാവുന്നതേ ഉള്ളൂ. ബൈഹാർട്ടാക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു നോട്ട് ബുക്കിൽ എഴുതി നിങ്ങൾ ദീപം കൊളുത്തുന്ന സമയത്ത് അടുത്ത് വെച്ച് ഇത് നോക്കി മന്ത്രം ജപിച്ചാലും മതി കേട്ടോ. ദീപം കൊളുത്തുന്ന സമയത്ത് ചൊല്ലുന്നവരുമുണ്ട്. ദീപം കൊളുത്തിയ ശേഷം വേണമെങ്കിലും നിങ്ങൾക്കിത് നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് കുളിച്ച് ശുദ്ധിയായിട്ട് വേണം വിളക്ക് കൊളുത്താൻ. പിന്നെ രാവിലെ കഴിയുന്നതും നോൺ കഴിക്കാതെ ഇരിക്കുക, ആ സമയത്തൊക്കെ കഴിക്കാതിരിക്കുക. ഉച്ചയ്ക്ക് വേണമെങ്കിൽ നിർബന്ധമുള്ളവർക്ക് കഴിക്കാം. അപ്പോൾ ഇത് എല്ലാവരും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ പലരും ഇന്ന് കാലത്ത് ചെയ്യാത്തത് കൊണ്ടാണ് പലർക്കും പല ബുദ്ധിമുട്ടുകളും വരുന്നത്. ചിലവർക്ക് ഇതൊക്കെ പറഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു പുച്ഛമാണ് അവർക്ക്. പക്ഷെ അവരെന്തുമാത്രം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു, മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും. ഇങ്ങനെയൊക്കെ ചെയ്യരുത്. എല്ലാത്തിനും അതിൻ്റേതായ പ്രാധാന്യങ്ങളുണ്ട്. പണ്ട് കാലത്തുള്ളവർ ഇതെല്ലാം ചെയ്യുന്നത് വെറുതെ ഒന്നുമല്ല. അവരുടെ പണ്ടുകാലത്ത് നല്ല എന്താ പറയുക സുഭിക്ഷമായി ജീവിച്ച സമ്പന്നമായ കുടുംബങ്ങളുണ്ടായിരുന്നു. തീരെ ദരിദ്രമായി ജീവിക്കുന്നവരും ഉണ്ടായിരുന്നു. അവരിതൊന്നും ചെയ്യില്ല, അവർക്കിതൊന്നും മനസ്സിൽ പോവില്ല. ഇതൊന്നും ചെയ്യാനുള്ള മാനസികാവസ്ഥയോ അല്ലെങ്കിൽ ഒന്നും ആയിരിക്കില്ല അവർക്ക്. അതുകൊണ്ട് അവരെന്നും അങ്ങനെ തന്നെ കഴിഞ്ഞു പോന്നു. സമ്പന്നരെ എന്നും ഇതെല്ലാം ചെയ്യുന്നതുകൊണ്ട് അവരെന്നും സമ്പന്നതയിലും സമൃദ്ധിയിലും ജീവിച്ചു പോന്നു. അപ്പം നമ്മൾ അതൊക്കെ പലരും പലതും പറയും, അതൊന്നും നമ്മൾ കണക്കാക്കണ്ട. നമ്മൾക്ക് എന്താണ് സന്തോഷമായി ജീവിക്കുന്നത്. ഇപ്പോൾ ചെയ്തതുകൊണ്ട് എന്താണ്, അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു കണ്ണിനും മനസ്സിനൊക്കെ ഒരു കുളിർമയാണ് അല്ലേ. രാവിലെ എണീച്ച് വന്ന് ഈ ദീപം കൊളുത്തി വെക്കുക എന്നൊക്കെ പറയുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ നമ്മളത് ഈ മന്ത്രം ജപിക്കുമ്പോൾ കിഴക്കോട്ട് നോക്കി ഇരുന്നിട്ട് വേണം ഈ മന്ത്രം ജപിക്കുക. കാരണം നമ്മൾ ആദിത്യദേവന് ചെയ്യുന്ന പൂജയാണ്, കർമ്മമാണ് ഇത്, മന്ത്രമാണ്. അപ്പോൾ അതുകൊണ്ട് കിഴക്ക് ഭാഗത്ത് നോക്കി ഇരുന്നിട്ട് വേണം നമ്മൾ ഈ മന്ത്രം ചൊല്ലാനും വിളക്ക് കൊളുത്താനും എല്ലാം കേട്ടോ. അപ്പോൾ നാളെ എല്ലാവരും മറക്കാതെ ഈ സമയത്ത് രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു 8:30 മണിക്കുള്ളിൽ എല്ലാം തീരണം. പിന്നെ അമ്പലത്തിൽ പോകുന്നതും വളരെ നിർബന്ധമാണ്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് അമ്പലത്തിൽ പോയി എന്തായാലും നിങ്ങൾ തൊഴുത് പ്രാർത്ഥിക്കണം. നല്ല വർഷങ്ങളാവാൻ വേണ്ടിയിട്ടും മക്കൾക്കും കുടുംബത്തിനും എല്ലാവർക്കും വേണ്ടി നന്നായി പ്രാർത്ഥിക്കുക. അപ്പോൾ നാളെ രാവിലെ തന്നെ ഭയങ്കര ഒരു മനസ്സിന് സന്തോഷമായിരിക്കും. ആ സന്തോഷം എല്ലാവർക്കും ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇത് മറക്കാതെ ചെയ്യുക. എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും സമൃദ്ധിയോടുകൂടി നാളെ മുതൽ ഈ അടുത്ത ഒരു വർഷം വരെയും എല്ലാവരും സുഖമായി ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഒരു കാര്യം കൂടിയുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ഇടണം. നിങ്ങൾ ഈ ചിങ്ങ വിളക്ക് എന്നുള്ളതിനെ പറ്റി കേട്ടിട്ടുണ്ടോ എന്നുള്ളത് എത്ര പേര് ഞാൻ നോക്കട്ടെ, എത്ര പേർക്ക് ഇതിനെപ്പറ്റി അറിയാം അല്ലെങ്കിൽ അറിയില്ല എന്നുള്ളത് ഞാനൊന്ന് നോക്കട്ടെ.
എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് എല്ലാവരും കമൻറ്റ് ഇടുക. അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു സാധനം കണ്ടോ, ഇത് ആർക്കെങ്കിലും അറിയോ ഇതെന്താണെന്നുള്ളത്? ഇത് വളരെ മണമുള്ള, എന്താ പറയുക, ദൈവീകമായിട്ടുള്ളൊരു മണമാണ് കേട്ടോ. ഇത് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ എല്ലാവരും ചോദിക്കും ഇത് എന്താ ഈ മണം, ഇത് എന്താണ് ഉപയോഗിച്ചിരിക്കണമെന്ന് എല്ലാവരും ചോദിക്കുക. അത്രയും ദൈവികമായിട്ടുള്ള മണമാണ് കേട്ടോ. നിങ്ങൾ ഈ മണമൊന്ന് ഇതൊന്നും മണത്ത് കഴിഞ്ഞാലുണ്ടല്ലോ അയ്യോ ഒന്നും പറയണ്ട. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഇതെന്താണെന്നും ഇത് എവിടെ നിന്നാണ് വാങ്ങാൻ കിട്ടുന്നത്. വളരെ തുച്ഛമായ പൈസയേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്നോ എല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ നോട്ടിഫിക്കേഷനും കൂടിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ.